വെൻ ഷുഡ് യു ലേൺ ഡാൻസ്? ഒരു നൃത്താധ്യാപിക എന്ന നിലയ്ക്കും ഒരു പെർഫോമർ എന്ന നിലയ്ക്കും ഞാൻ എന്നോട് തന്നെ ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളൊരു ചോദ്യം അത്. കാരണം നമ്മുടെ നാട്ടിൽ ഒരു 4 വയസ്സ് അല്ലെങ്കിൽ 5 വയസ്സാകുമ്പോഴേക്കും കുട്ടികളെ കൊണ്ടുവന്ന് ഭരതനാട്യം പഠിപ്പിക്കാൻ വേണ്ടി ചേർക്കാറുണ്ട്. പക്ഷെ സ്വാഭാവികമായിട്ടും ആ ഒരു പ്രായത്തിൽ അവർക്ക് അതിനെ പറ്റിയിട്ടുള്ള യാതൊരു ധാരണ ഉണ്ടാവില്ല. പേരൻസ് പറയാറുള്ളത് അവൾ ടി വിയിൽ ഡാൻസ് കാണുമ്പോൾ കൂടെ കളിക്കും, അല്ലെങ്കിൽ പാട്ട് കേൾക്കുമ്പോൾ അതിൻ്റെ കൂടെ മൂവ്മെൻറ്റ്സ് ചെയ്യാറുണ്ടെന്നാണ് പറയുക. ഇവർക്ക് ഇതിനെക്കുറിച്ചിട്ട് ശരിക്കും ഒരു ബോധ്യം ഉണ്ടാവണമെങ്കിൽ ഒരു 12-13 വയസ്സ് ആവണം. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എന്താ സംഭവിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 90% കുട്ടികളും അപ്പോഴേക്കും 9th 10th അവരുടെ ബോർഡ് എക്സാം, എൻട്രൻസ് എക്സാം, ഹയർ സ്റ്റഡീസ് എന്നൊക്കെ പറഞ്ഞിട്ട് പഠനം അവിടെ വെച്ച് നിർത്തും. പിന്നെ അവർ തിരിച്ചു വരുന്നത് ഒരു 30 വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും ജോലി കിട്ടി, കുട്ടികളൊക്കെ ആയി കഴിയുമ്പോൾ വണ്ണം വെച്ചു, ആരോഗ്യം നോക്കണം, അല്ലെങ്കിൽ പണ്ട് എപ്പോഴോ പാതി വഴിക്ക് നിർത്തിയ നമ്മുടെ ഒരു സ്വപ്നം, ആ ഒരു പാഷൻ അത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പലരും വരാറുള്ളത്. എനിക്കത് നിറയെ അനുഭവമുണ്ട്. പക്ഷെ എന്താ സംഭവിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 30 വയസ്സ് അല്ലെങ്കിൽ 35 വയസ്സൊക്കെ കഴിഞ്ഞ് വരുന്ന കുട്ടികൾ അവർ നല്ല പെർഫോമേഴ്സ് ആവാനുള്ള സാധ്യത കുറയുകയാണ്. കാരണം അവരുടെ ഏറ്റവും നല്ല പ്രായമാണ് ഒരു 13-14 വയസ്സെന്നുള്ളതാണ്. ഒരു ഡാൻസർ ആവാൻ മോൾഡ് ചെയ്യപ്പെടുന്ന ഏറ്റവും നല്ല പ്രായം അതാണ്. പക്ഷേ പലർക്കും അത് എന്തുകൊണ്ടൊക്കെയോ അക്കാഡമിക്സ് കാരണമൊക്കെ അത് നിർത്തേണ്ടി വരാറുണ്ട്. ആസ് എ ടീച്ചർ ഐ വുഡ് സജസ്റ്റ്, നിങ്ങൾക്ക് അതിനോട് നല്ല താല്പര്യമുണ്ട്, ഒരു ഭരതനാട്യം അല്ലെങ്കിൽ കുച്ചിപ്പുടി, മോഹിനിയാട്ടം, വാട്ട് എവർ ഇറ്റ് ഈസ്, അല്ലെങ്കിൽ ക്ലാസിക്കൽ മ്യൂസിക് ആണെങ്കിലും എന്തെങ്കിലും ഒരു പാഷൻ നിങ്ങൾ പഠിക്കുകയാണ്, അതിനോട് നിങ്ങൾക്ക് അതിയായ സ്നേഹമുണ്ടെന്നുണ്ടെച്ചാൽ 9ാം ക്ലാസ് ആയാലും 10ാം ക്ലാസ് ആയാലും ഒക്കെ അത് കൂടെ കൊണ്ടുപോകണം. ആഴ്ചയിൽ ഒരു 2 മണിക്കൂർ ഇതിനു വേണ്ടി ഒന്ന് മാറ്റി വയ്ക്കുക. അതുകൊണ്ട് നല്ലതേ ഉണ്ടാവുള്ളൂ, ഒരു ദോഷം ഉണ്ടാവില്ല. ഐ എം ടെല്ലിങ് ഫ്രം മൈ എക്സ്പീരിയൻസ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ പിന്നെ നമുക്ക് നമ്മുടെ പാഷൻ ഉണ്ടാകും, കൂടെ നമുക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാലും യു ക്യാൻ ബി എ പെർഫോമർ, ഡാൻസ് പ്രാക്ടീസ് ചെയ്യാം. കാരണം നമുക്കത് എവിടെയും പകുതി നിർത്തേണ്ടി വന്നിട്ടില്ല, നമ്മുടെ കൂടെ തന്നെ നമ്മുടെ കലയുമുണ്ട്. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ പെർഫോമേഴ്സിനെ കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ളത് കുറയും. കാരണം ഒരു 90% ആൾക്കാരും അത് പകുതിക്ക് വെച്ച് നിർത്തും. പിന്നെ അവർ തിരിച്ചു വരുമ്പോഴേക്കും അവർക്കൊരു പെർഫോം ചെയ്യാനുള്ളൊരു സാധ്യതകളും എല്ലാം കുറയുകയാണ് ചെയ്യേണ്ടത്. ഇതെൻ്റെ അഭിപ്രായമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കണം കേട്ടോ. താങ്ക് യു.